ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് തമ്പനയിൽ കണ്ട പോലെ തന്നെ താളും പൂളയും മലപ്പുറംകാരുടെ സ്പെഷ്യൽ, അതേപോലെ തന്നെ ഞങ്ങളുടെ അമ്മേൻ്റെ സ്പെഷ്യലായിട്ടുള്ള താളും പൂളയും എങ്ങനെ വെക്കുന്നതെന്ന് ഒന്ന് കണ്ടാലും. അതിന് വേണ്ടിയിട്ടുള്ള താള് അമ്മ പറിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ പോയിട്ട് ഞങ്ങളുടെ അടുത്ത് തന്നെ ഇഷ്ടംപോലെ താളുകളുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നല്ല 2 താളുകൾ പോയിട്ട് വെട്ടാണ്. 2 മതിയാവും, 2 തന്നെ ധാരാളമായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് താള് മുറിക്കുകയാണ്. കൂടെ അസിസ്റ്റൻ്റായിട്ട് നമ്മുടെ തുമ്പിമോളും ക്യാമറാമാനായിട്ട് ഞാനും ഉണ്ട് കൂടെ. തണ്ടിനൊക്കെ ഭയങ്കര അതിൻ്റെ നീര് കൈമലായിട്ടില്ലെങ്കിൽ ഭയങ്കര ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ തുമ്പിമോൾക്ക് അത് കൊടുത്തപ്പോൾ തുമ്പിമോളെ തൊട്ടപ്പോൾ അമ്മ അത് തൊടണ്ട, ഭയങ്കര ചൊറിച്ചിലാവും, അതുകൊണ്ട് അവിടെ തൊടണ്ടെന്ന് പറയുകയാണ്. അങ്ങനെ തുമ്പി എന്താ ചൊറിയോ എന്നൊക്കെ ചോദിച്ചിട്ട് അമ്മേനോട് എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ താളൊക്കെ എടുത്തിട്ട് അത് റെഡിയാക്കാനുള്ള പ്രിപ്പറേഷൻസിലാണ്. പരിപാടിക്ക് ഈ താള് മാത്രം പോരല്ലോ, പൂളയെ കൂടെ വേണ്ടേ. പൂള അപ്പം നമ്മളോട് ആദ്യം തന്നെ തോലൊക്കെ കളഞ്ഞിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അമ്മ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മേൻ്റെ കൂടെ തന്നെ ഒരാൾ ചെയറിട്ടിട്ട് അമ്മയുടെ അപ്പുറത്ത് തന്നെ ഇരിക്കുന്നുണ്ട്. എന്ത് പണി ചെയ്യുകയാണെങ്കിലും ഈ പൂച്ചാൾ വട്ടിട്ട് നിൽക്കുന്ന മാതിരി ഈ 2 പേരും അമ്മേനെ ചുറ്റിപ്പറ്റിയിട്ട് ഏത് നേരം കൂടെ തന്നെ കാണും കേട്ടോ. അങ്ങനെ താളും കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് മുറിക്കുകയാണ്. ഇതിൻ്റെ മുകളിൽ മറ്റൊരു ചെറിയൊരു സ്കിന്ന് പോലത്തെ ഒരു സംഭവം ഉണ്ടാവും. അത് നമ്മൾ കത്തി ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഇതാക്കി എടുക്കുക. എന്നിട്ട് കുഞ്ഞു കുഞ്ഞു പീസുകളാക്കിയിട്ട് അരിഞ്ഞെടുക്കുക കേട്ടോ. പിള്ളേരെ കൈമലൊക്കെ ആയിട്ടുണ്ടെങ്കിൽ, പിള്ളേരെ കൈമലല്ല വലിയവരെ കൈമലായാലും അത്യാവശ്യം ചൊറിച്ചിലുള്ള സംഭവമാണിത്. അതുകൊണ്ട് ഇത് കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ ചൊറിഞ്ഞ് പണി പാളുന്നതായിരിക്കും. ഇത് ഉണ്ടാക്കുമ്പോൾ ചേമ്പിൻ്റെ തണ്ട് മാത്രമല്ല കേട്ടോ, ചേമ്പിൻ്റെ ഇലയും എടുക്കുന്നവരുണ്ട്. കുഞ്ഞു കുഞ്ഞിതാക്കിയിട്ട് ഇല അരിഞ്ഞിട്ട് ഇതിടുമ്പോൾ തന്നെ കൂട്ടത്തിൽ അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി. പക്ഷേ ഇന്ന് നമ്മളിവിടെ ഇല ഉപയോഗിച്ചിട്ടില്ല, താള് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇല വേണമെങ്കിൽ ഉപയോഗിക്കുക, ഇല എടുത്ത് വെച്ചിട്ട് ഒരു കുഴപ്പവും വരില്ല കേട്ടോ. ഈ ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ നമ്മൾ കുക്ക് ചെയ്ത് വരുമ്പോൾ ഉണ്ടാവില്ല കേട്ടോ. ഉണ്ടാക്കാനാണെങ്കിൽ ഭയങ്കര സിമ്പിളാണ് കേട്ടോ. എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം, എന്നാലും നമ്മൾ ഉണ്ടാക്കുന്ന രീതി എങ്ങനെയാണെന്നൊന്ന് കാണിക്കണമെന്ന് തോന്നി. അപ്പോൾ അതിനായിട്ട് ചേമ്പിൻ്റെ താളും അതുപോലെ പൂളയും ചെറുതായിട്ട് കഷ്ണങ്ങളാക്കി മുറിച്ച് കഴുകി വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഒരു മുറി അല്ലെങ്കിൽ ഒരു 1.5 മുറി തേങ്ങ വേണം. തേങ്ങയാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ്. അപ്പോൾ അതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് ഒരു 4-5 പച്ചമുളകും ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും ഒരു 2 ചെറിയുള്ളിയും കൂടെ ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് നല്ലോണം ഫൈനായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. എന്നിട്ട് ഒരു കുക്കറിലോട്ട് നമ്മളെ കഴുകി വെച്ചിട്ടുള്ള പൂളേൻ്റെ കഷ്ണങ്ങളും അതുപോലെ തന്നെ കഴുകി ഊറ്റി വെച്ചിട്ടുള്ള നമ്മളെ താളും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും ചേർത്തിട്ട് അടുപ്പത്തോട്ട് വയ്ക്കുക. ഇതിൽ മഞ്ഞൾപ്പൊടി ചേർക്കുന്നവരുണ്ട്. ഒരു പച്ച കളർ പോലെയൊക്കെ ഉണ്ടാവും താള് ശരിക്ക്. ഇവിടെ മഞ്ഞൾപ്പൊടി ഇടാറില്ല. ഇവിടെ മഞ്ഞൾപ്പൊടി ഇട്ട് ആർക്കും ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഇതൊരു ടൈപ്പ് വെള്ള കളറിലാണ് ഈ താള് കൂട്ടാൻ ഉണ്ടാവില്ല കേട്ടോ. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ആ വെളുത്തുള്ളീൻ്റെയും ചെറിയുള്ളീൻ്റെയും തേങ്ങേൻ്റെയൊക്കെ ഫ്ലേവർ ഇങ്ങനെ ഒന്ന് മുന്തി നിൽക്കുന്നത് പോലെ തോന്നും. എല്ലാം കൂടെ ഇട്ടിട്ട് കുക്കറിൽ നിന്ന് 2 വിസിലെന്നാൽ നമ്മുടെ സംഭവം അവിടെ സെറ്റായിട്ടുണ്ട്. എന്നിട്ട് എയർ കളഞ്ഞതിന് ശേഷം ഇതിലോട്ട് ഈ തേങ്ങേൻ്റെ അരപ്പും കൂടെ ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. പ്രത്യേകം വേറെ വറവിടേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ കറി ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ താളുകറി ഇതാ റെഡിയായി. കാണാനൊരു ലുക്കില്ലെങ്കിലും സംഭവം സൂപ്പറാണ് കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ്.